ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാന മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡ് അംഗങ്ങൾക്കുള്ള ചികിത്സ വിവാഹ ധനസഹായ വിതരണം കോഴിക്കോട്. ആരോഗ്യരംഗത്ത് വിദേശ കമ്പനികൾ മുതൽ മുടക്കുന്നത് ആശങ്കയോടെ കാണണമെന്ന് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ ബ്രദർഹുഡ് സംസ്ഥാന സംഗമം. വിനായക ചതുർത്ഥി ആഘോഷങ്ങളിൽ ഭക്തിയോടെ തളിശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം. സിഎസ്കോ അഭയം പദ്ധതിയിൽ 16ാമത് വീടിന്റെ തറക്കല്ലിടൽ നിർവഹിച്ചു. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാന മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡ് അംഗങ്ങളായ മദ്രസ അധ്യാപകർക്കുള്ള വിവാഹ ധനസഹായ വിതരണം, ഭവന വായ്പാ വിതരണം, ചികിത്സാ ധനസഹായ വിതരണം എന്നിവ കോഴിക്കോട്ട് നടന്നു. സംസ്ഥാനതല ഉദ്ഘാടനം തോട്ടത്തിൽ രവീന്ദ്രൻ MLA നിർവഹിച്ചു. ന്യൂനപക്ഷ ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ മദ്രസ അധ്യാപകരുടെ മക്കൾക്കുള്ള വിവാഹ ധനസഹായമായി 25,000 രൂപ വീതം ആദ്യഘട്ടത്തിൽ 100 പേർക്കാണ് വിതരണം ചെയ്തത്. ഭവനരഹിതരായ 270 അധ്യാപകർക്ക് 5 ലക്ഷം രൂപ വീതം പലിശരഹിത വായ്പയും അനുവദിച്ചു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നായി 200-ലധികം ആളുകൾ വിതരണോദ്ഘാടനത്തിൽ പങ്കെടുത്തു. വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തോട്ടത്തിൽ രവീന്ദ്രൻ MLA നിർവഹിച്ചു. ഘട്ടം ഘട്ടമായിട്ടല്ലാതെ നമുക്ക് ഒറ്റയടിക്ക് എല്ലാം നൽകാൻ വേണ്ടി സാധിക്കില്ല എന്ന് നമുക്കൊക്കെ അറിയാം. 15 വർഷം കൊണ്ട് നമുക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതൊരു വസ്തുതയാണ്. ഗവൺമെൻറ് ആവശ്യമായ എല്ലാ സഹായ സഹകരണങ്ങളും ഈ മേഖലയ്ക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് നടക്കണമെങ്കിൽ അതുകൊണ്ടാണ് അതിന് ബോർഡ് രൂപീകരിച്ചുകൊണ്ട്, കാരണം സ്വാഭാവികമായിട്ടും ജനകീയമാക്കാൻ കഴിയും, അഭിപ്രായങ്ങൾ പറയാൻ കഴിയും. ചടങ്ങിൽ കേരള മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കാരാട്ട് റസാഖ് അധ്യക്ഷനായിരുന്നു. അഹമ്മദ് ദേവർകോവിൽ MLA, കേരള മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡ് CEO അബ്ദുൾ നാസർ പുലത്ത്, കേരള സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ചെയർമാൻ സ്റ്റീഫൻ ജോർജ്, SK IMVB മാനേജർ മോയിൻകുട്ടി മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തെ മുഴുവൻ മദ്രസ അധ്യാപകരെയും ക്ഷേമനിധി ബോർഡിന് കീഴിൽ കൊണ്ടുവരിക, ന്യൂനപക്ഷ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനായി പരിശ്രമിക്കുക, ഭവനരഹിതരായ മദ്രസ അധ്യാപകരെ സഹായിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടാണ് ക്ഷേമനിധി ബോർഡ് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കി വരുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരളത്തിലെ ആരോഗ്യരംഗത്ത് വൻതോതിൽ വിദേശ കമ്പനികൾ മുതൽ മുടക്കുന്നത് ആശങ്കയോടെ കാണണമെന്നും ആരോഗ്യരംഗത്തെ കേരള മോഡൽ അത് തകർക്കുമെന്നും ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ ബ്രദർഹുഡ് സംസ്ഥാന സംഗമം. KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ളക്കോയ മദനി സംഗമം ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യരംഗത്തെ ആശങ്കകളും പ്രതീക്ഷകളും പങ്കുവച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് KNM കൾച്ചറൽ സെന്ററിൽ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ ബ്രദർഹുഡ് സംസ്ഥാന സംഗമം സംഘടിപ്പിച്ചു. കേരളത്തിലെ 70% ജനങ്ങൾ ആശ്രയിക്കുന്ന സ്വകാര്യ സഹകരണ മേഖലകളിൽ ചെറിയ തുകയിൽ മികച്ച ചികിത്സ ലഭ്യമാകുന്ന കേരള മോഡൽ ആരോഗ്യരംഗത്തെ തകർക്കാൻ വമ്പൻ മുതൽ മുടക്കുമായി രംഗത്ത് വരുന്നത് ഗൗരവത്തോടെ കാണണമെന്ന് സംഗമം ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ പാലിയേറ്റീവ് കെയർ രംഗത്തും ഡയാലിസിസ് രംഗത്തും മികച്ച സേവനങ്ങൾ അനുഷ്ഠിക്കുന്ന IMB ലഹരിക്കെതിരെയുള്ള അഡിക്ഷൻ സംവിധാനം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് സംഗമം സംഘടിപ്പിച്ചത്. സംഗമത്തിന്റെ ഭാഗമായി പരിശീലനം പൂർത്തിയാക്കിയ 200 വളണ്ടിയർമാർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ളക്കോയ മദനി സംഗമം ഉദ്ഘാടനം ചെയ്തു. IMB സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ PA കബീർ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ ഹുസൈൻ മടവൂർ, പ്രൊഫസർ NV അബ്ദുറഹിമാൻ, ഡോക്ടർ AI അബ്ദുൽ മജീദ് സുലാഹി, ഡോക്ടർ സുൽഫിക്കർ അലി, ഡോക്ടർ നൌഫൽ ബഷീർ, ഡോക്ടർ ഹംസ തയ്യിൽ, ഡോക്ടർ മുഹസിൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രൊഫഷണൽ രംഗത്തെ പ്രഗത്ഭർ നേതൃത്വം നൽകിയ ശില്പശാലയിൽ 200 പ്രതിനിധികൾ സംബന്ധിച്ചു. 10, 11, 12, 13, 14, 15
ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിനായക ചതുർത്ഥി ആഘോഷങ്ങളിൽ തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം തെപ്പരഥോത്സവവും ഗജപൂജയും ഭക്തിസാന്ദ്രമായി. ഗജയൂട്ടിനും മറ്റ് ചടങ്ങുകൾക്കും ക്ഷേത്രം പുരോഹിതന്മാർ കാർമ്മികത്വം വഹിച്ചു. തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ വിനായക ചതുർത്ഥി തെപ്പരഥോത്സവത്തിലെ ഗജപൂജ ഭക്തിസാന്ദ്രമായി കൊണ്ടാടി. ചെമ്പൂക്കാവ് വിജയ് കണ്ണൻ എന്ന ഗജവീരനാണ് ഗജപൂജയ്ക്ക് എത്തിയത്. ഉത്സവത്തിലെ എല്ലാ ദിവസവും രാവിലെ 6:30-ക്കാണ് ഗജപൂജ നടക്കുന്നത്. ഗജപൂജയ്ക്ക് തളി ബ്രാഹ്മണ സമൂഹം മുഖ്യ പുരോഹിതൻ ബ്രഹ്മശ്രീ രഘുവാദ്യാർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ഗജയൂട്ടും നടന്നു. പൂജാതി കർമ്മങ്ങൾ ദക്ഷിണേന്ത്യയിലെ പ്രമുഖ വൈദിക ശ്രേഷ്ഠന്മാരുടെ കാർമ്മികത്വത്തിലാണ് നടക്കുന്നത്. അഷ്ടദ്രവ്യക്കൂട്ട് മഹാഗണപതി ഹോമം, കാവടി പൂജ, മഹന്യാസപൂർവം പൂർണ്ണാഭിഷേകം, നാഗപൂജ, നവഗ്രഹ പൂജ എന്നിവയും നടന്നു. വിനായക ചതുർത്ഥി ദിവസമായ ഓഗസ്റ്റ് 27-ന് നടക്കുന്ന വിശേഷാൽ അഷ്ടദ്രവ്യക്കൂട്ട് മഹാഗണപതി ഹോമം വഴിപാട് ചെയ്യുന്നതിനായി ഭക്തജനങ്ങൾക്കായി ക്ഷേത്രത്തിൽ പ്രത്യേക കൗണ്ടറുകളും സജ്ജീകരിച്ചു. ഓഗസ്റ്റ് 26-ന് രാത്രി 11 മണിവരെ ഭക്തജനങ്ങൾക്ക് ഗണപതി ഹോമം വഴിപാട് ആക്കാവുന്നതാണെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സിഎസ്കോ അഭയം പദ്ധതിയിൽ മാത്തോട്ടം സ്വദേശിക്ക് കൈത്താങ്ങ്. മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് വീടിന്റെ തറയിടൽ കർമ്മം നിർവഹിച്ചു. പദ്ധതിയിലെ 16ാമത്തെ വീടാണിത്. മാത്തോട്ടം സ്നേഹവേദിക്ക് സമീപം നിർധന കുടുംബത്തിനാണ് സിഎസ്കോ അഭയം പദ്ധതിയിൽ കൈത്താങ്ങായത്. പദ്ധതിയിലെ 16ാമത്തെ വീടിന് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് തറയിടൽ കർമ്മം നിർവഹിച്ചു. മനുഷ്യന്റെ പ്രയാസങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഇടപെടലുകളാണ് ഈ പദ്ധതിയിലെ നന്മയെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രയാസമനുഭവിക്കുന്ന മനുഷ്യരെ തിരിച്ചറിയാനും അവരെ സഹായിക്കാനും സാധ്യമാകുന്ന ഒരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരിലും പ്രധാനമായും നിർബന്ധമായും വേണ്ടത്. അത് ഒരു വ്യക്തിയിലാവാം, ഒരു കൂട്ടായ്മയിലാകാം. ഇവിടെ സിഎസ്കോ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളുടെ ഒരു കൂട്ടായ്മയാണെന്ന് ഞാൻ അടിവരയിട്ട് പറയാൻ ഈ വേള ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. സിഎസ്കോ പ്രസിഡന്റ് CBV സിദ്ദീഖ് അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി MV ഫസൽ റഹ്മാൻ, സെക്രട്ടറി CPM സയ്യിദ് അഹമ്മദ്, അഭയം ചെയർമാൻ PK മൊയ്തീൻ കോയ, വാർഡ് കൗൺസിലർ TK ഷെമീന, കൺവീനർ PM മെഹബൂബ്, CV ഗഫൂർ, ആദം കാദ്രിയത്ത്, BV മാമുക്കോയ, EV മാലിക്, S അബ്ദുറഹ്മാൻ, സെക്രട്ടറി PV യൂനസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പരിധികളില്ലാതെ മുന്നേറാൻ നിങ്ങളോടൊപ്പമുണ്ട് BMH. ഫ്രീഡം ടു മൂവ് ക്യാമ്പയിനിന്റെ ഭാഗമായി കോഴിക്കോട് BMHൽ അത്യാധുനിക റോബോട്ടിക് കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സാധാരണ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ അതേ ചിലവിൽ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9061112266. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്. Bobby Chamanur International Jeweler. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ മിനിസ്റ്റേഴ്സ് ഖാദി, അജ്രക്, ബാത്തിക്, സിൽക്ക് സാരികൾ, കലംകരി, പ്രിന്റഡ് തുടങ്ങിയ മസ്ലിൻ സാരികൾ, ഷർട്ട് പീസുകൾ, കുപ്പടം തൊത്തികൾ, ബെഡ്ഷീറ്റുകൾ, ചുരിദാറുകൾ, പരവതാനികൾ, ഉന്നം നിറച്ച കിടക്കകൾ, റെഡിമെയ്ഡുകൾ, ലുങ്കികൾ, കരകൗശല വസ്തുക്കൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ഗ്രോസറി ഉൽപ്പന്നങ്ങൾ, ഫർണിച്ചറുകൾ, കാർപ്പറ്റുകൾ, ചൂരൽ കസേരകൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, കറിക്കത്തികൾ, പച്ചക്കറി വിത്തുകൾ, വളങ്ങൾ, അലങ്കാര ചെടികൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, മൂല്യവർദ്ധിത തേൻ ഉൽപ്പന്നങ്ങൾ, ഖാദി തുണിത്തരങ്ങൾക്ക് 30% ഗവൺമെന്റ് റിബേറ്റും, ലെതർ ഉൽപ്പന്നങ്ങൾ, ചെരിപ്പുകൾ, ഫർണിച്ചറുകൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവും, സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർക്ക് പലിശരഹിത ക്രെഡിറ്റ് സൗകര്യവും. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും
MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ലയൺസ് ക്ലബ് ഓഫ് കാലിക്കറ്റ് യുഫോറിയയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ കലാവിരുന്ന് സ്പർശം 2025 സംഘടിപ്പിച്ചു. ഫാഷൻ ഷോയും സ്റ്റീഫൻ ദേവസ്യയുടെ സംഗീത വിരുന്നും ആസ്വാദകർക്ക് നവ്യാനുഭവമായി. പരിമിതികളെ പുഞ്ചിരിയോടെ നേരിടുന്നവർക്ക് സംഗീതവും നൃത്തവും വേദനകളെ മറക്കാനാക്കാൻ മാത്രമല്ല, അതിജീവിക്കാനുള്ള ഊർജവും പ്രചോദനവും നൽകുന്നതാണ്. കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ ഒരുക്കിയ സ്പർശം 2025 ജില്ലയിലെ 20ഓളം സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളാണ് അവരുടെ കഴിവ് അവതരിപ്പിക്കാനെത്തിയത്. ദേവദൂതർ ദ സിംഗിംഗ് കളക്റ്റീവിന്റെ ഗ്രൂപ്പ് ഗാന അവതരണത്തോടെ പരിപാടിക്ക് തുടക്കമായി. ഓരോ ഗാനത്തിനൊപ്പം കുട്ടികൾ നൃത്തം ചെയ്തു. അവർക്ക് പിന്തുണയുമായി കാണികളും. അഹമ്മദ് ദേവർകോവിൽ MLA ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ് ഓഫ് കാലിക്കറ്റ് യൂഫോറിയ പ്രസിഡന്റ് K. ജിതേഷ് അധ്യക്ഷനായി. ലയൺസ് ക്ലബ് 318E ഡിസ്ട്രിക്ട് ഗവർണർ രവിഗുപ്ത മുഖ്യാതിഥിയായി. ലയൺസ് വൈസ് ഗവർണർ P. സൂരജ്, ബിജു ദേവസ്യ, റീജ ഗുപ്ത, KC വിംജിത്ത്, നിതിൻ ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു. ഫാഷൻ ഷോയും സ്റ്റീഫൻ ദേവസ്യയുടെ സംഗീത വിരുന്നും നവ്യാനുഭവമായി. ഫുഡ് ഫെസ്റ്റും വിവിധ സ്റ്റാളുകളും സജ്ജീകരിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വേൾഡ് മലയാളി കൗൺസിൽ മലബാർ പ്രൊവിൻസ് പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. കോഴിക്കോട്ട് നടന്ന സമ്മേളനം ഗ്ലോബൽ ചെയർമാൻ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് മലബാർ പാലസ് ഹോട്ടലിൽ സംഘടിപ്പിച്ച വേൾഡ് മലയാളി കൗൺസിൽ മലബാർ പ്രൊവിൻസ് വാർഷിക സമ്മേളനത്തിലായിരുന്നു പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തത്. സമ്മേളനം ഗ്ലോബൽ ചെയർമാൻ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ചീഫ് ഇലക്ഷൻ കമ്മീഷൻ EN ശേഷൻ IAS കേരളത്തിലും ഇന്ത്യയിലും ഇലക്ട്രോണിക്സിന് ഒരു റവല്യൂഷണറി ചേഞ്ചസ് കൊണ്ടുവന്ന ഗെയിം ചേഞ്ചർ ആയിരുന്ന KPP നമ്പ്യാരും ന്യൂജേഴ്സി വെച്ച് തുടങ്ങിയതാണ് ഈ വേൾഡ് മലയാളി കൗൺസിൽ എന്ന പ്രസ്ഥാനം. ഗ്ലോബൽ പ്രസിഡന്റ് ബേബി മാത്യു സോമതീരം മുഖ്യപ്രഭാഷണം നടത്തി. നമുക്കിതുകൊണ്ട് ഈ മെമ്പേഴ്സിന് കിട്ടുന്ന ഇന്റർനാഷണൽ ആയിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ആയിട്ട് കിട്ടുന്ന പരസ്പര ബന്ധം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുന്ന പ്രയോജനങ്ങൾ. ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ നടക്കൽ ശശി പുതുതായി തിരഞ്ഞെടുത്ത ഭാരവാഹികൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ചെയർമാൻ സുബൈർ, പ്രസിഡന്റ് അഷ്റഫ്, സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്യാംജിത്ത്, ട്രഷറർ ഡോക്ടർ അമീൻ ഉൾപ്പെട്ട ഭരണസമിതിയാണ് ചുമതലയേറ്റത്. വൈസ് ചെയർമാൻമാരായി മൊയ്തു ബാബു, വൈസ് പ്രസിഡന്റുമാർ ഡോക്ടർ വിനോദ് കുമാർ, ഫൈസൽ മൂസ, വിമൻസ് കൗൺസിൽ പ്രസിഡന്റ് സൂര്യപ്രിയ, വുമൺ കൗൺസിൽ സെക്രട്ടറി നിഷ റോബിൻ, യൂത്ത് കൗൺസിൽ പ്രസിഡന്റ് അമൽ, യൂത്ത് കൗൺസിൽ സെക്രട്ടറി നിമി ജൂലിയറ്റ്, അഡ്വൈസറി ബോർഡ് ചെയർമാൻ KV ഷംസുദ്ദീൻ എന്നിവരാണ് മറ്റ് ഭാരവാഹികൾ. ചടങ്ങിൽ വേൾഡ് മലയാളി ഗ്ലോബൽ സെക്രട്ടറി ജനറൽ മൂസ കോയ, ഇന്ത്യ റീജിയണൽ ചെയർമാൻ PH കുര്യൻ, സെക്രട്ടറി സാം ജോസഫ്, അഡ്വൈസറി ബോർഡ് ചെയർമാൻ വർഗീസ് പനക്കൽ, അഡ്വക്കേറ്റ് ശിവൻ മടത്തിൽ, മീഡിയ ഫോറം ചെയർമാൻ VS ബിജുകുമാർ, അൽ ഐൻ പ്രൊവിൻസ് പ്രസിഡന്റ് ജാനറ്റ് വർഗീസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂർ തെക്കേടത്തുകുളം ജനകീയ കൂട്ടായ്മയിൽ ശുചീകരിച്ചു. പായൽ നിറഞ്ഞും മറ്റും മലിനമായതിനെ തുടർന്നാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ കുളം വൃത്തിയാക്കിയത്. പായൽ വ്യാപിച്ച ശോച്യാവസ്ഥയിലായിരുന്ന ബേപ്പൂർ തെക്കേടത്തുകുളം ജനകീയ കൂട്ടായ്മയിൽ ശുചീകരിച്ചു. മലിനമായ കുളത്തിലെ വെള്ളം വ്യാപിച്ച് സമീപത്തെ വീടുകളിലെ ജലസ്രോതസ്സുകൾ കേടാകാൻ തുടങ്ങിയതോടെയാണ് സാമൂഹിക പ്രവർത്തകർ ശുചീകരണ ദൗത്യവുമായി രംഗത്തിറങ്ങിയത്. കൗൺസിലർ M. ഗിരിജ ഉദ്ഘാടനം ചെയ്തു. ആദ്യം നല്ല ഭംഗിയിൽ ആമ്പലൊക്കെ ഉണ്ടായിരുന്ന കുളമാണ്. ഇപ്പം കുളവാഴ വന്നിട്ട് എല്ലാം നടന്നിട്ടുണ്ട്. അപ്പം അത് കുട്ടികൾ കാണാതെ ചിലപ്പോൾ കുട്ടികളൊക്കെ വീഴുന്നുള്ള ഒരു പേടിയുണ്ട്. ഇവിടെയുള്ള സമീപവാസികളും നമ്മളെ സാമൂഹ്യ പ്രവർത്തകരും അവരെല്ലാവരും കൂടെ കൂടിച്ചേർന്നുകൊണ്ട് അത് നീക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങളുടെ. ഷിനോയ് ബാബു, C. രമേശൻ, K. രമാദേവി, M. ബേബി, P. മൊയ്തീൻ കോയ, ഭരതൻ പള്ളിപ്പുറത്ത്, ശശിധരൻ മേക്കുന്നത്ത്, K. രമേശ് ബാബു എന്നിവർ നേതൃത്വം നൽകി. സാമൂഹിക പ്രവർത്തകരും സമീപവാസികളും ഉൾപ്പെടെ ഒട്ടേറെ ദൗത്യത്തിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ജയചന്ദ്രന്റെ ഭാവഗാനങ്ങളിൽ ലയിച്ച് കോഴിക്കോട് നഗരം. ജയചന്ദ്രന് സ്മരണാഞ്ജലിയായി മാറാട് ഉദയകുമാറാണ് ജയചന്ദ്രന്റെ 101 ഗാനങ്ങൾ അവതരിപ്പിച്ചത്.
ഭാവഗായകൻ ജയചന്ദ്രന്റെ സ്മരണാഞ്ജലിയായി നാദം സ്കൂൾ ഓഫ് മ്യൂസിക് പ്രിൻസിപ്പൽ മാറാട് ഉദയകുമാർ 101 ഗാനങ്ങൾ ആലപിച്ചു. ജയചന്ദ്രന്റെ സ്വരമാധുരിയിൽ അമരത്വം നേടിയ ഗാനങ്ങളാണ് ഉദയകുമാർ പുനരവതരിപ്പിച്ചത്. ഓഗസ്റ്റ് 24 രാവിലെ 9 മണിയോടെ ടൗൺ ഹാളിൽ ഗാനപരിപാടി ആരംഭിച്ചു. രാത്രി 10 സമാപിച്ചു. ശ്രീലത, തീർത്ഥ, ശ്രീപാർവതി തുടങ്ങിയവർ കൂടെ പാടി. ലൈവ് ഓർക്കസ്ട്രയുടെ അകമ്പടിയോടെയാണ് ഗാനങ്ങൾ ആലപിച്ചത്. ഉദയകുമാറിന്റെ ഗുരു PK ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജിംഗ് ട്രസ്റ്റി ബാലചന്ദ്ര മേനോൻ, കൺവീനർ SP തുളസീധരൻ പിള്ള തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്കൂൾ പുറത്തിറക്കിയ സംഗീത ആൽബം തേജ് മെർവിൻ പ്രകാശനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ മിനിസ്റ്റേഴ്സ് ഖാദി, അജ്രക്, ബാത്തിക്, സിൽക്ക് സാരികൾ, കലംകരി, പ്രിന്റഡ് തുടങ്ങിയ മസ്ലിൻ സാരികൾ, ഷർട്ട് പീസുകൾ, കുപ്പടം തോത്തികൾ, ബെഡ്ഷീറ്റുകൾ, ചുരിദാറുകൾ, പരവതാനികൾ, ഉന്നം നിറച്ച കിടക്കുകൾ, റെഡിമെയ്ഡുകൾ, ലുങ്കികൾ, കരകൗശല വസ്തുക്കൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ഗ്രോസറി ഉൽപ്പന്നങ്ങൾ, ഫർണിച്ചറുകൾ, കാർപ്പറ്റുകൾ, ചൂരൽ കസേരകൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, കറിക്കത്തികൾ, പച്ചക്കറി വിത്തുകൾ, വളങ്ങൾ, അലങ്കാര ചെടികൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, മൂല്യവർദ്ധിത തേൻ ഉൽപ്പന്നങ്ങൾ, ഖാദി തുണിത്തരങ്ങൾക്ക് 30% ഗവൺമെന്റ് റിബേറ്റും, ലെതർ ഉൽപ്പന്നങ്ങൾ, ചെരിപ്പുകൾ, ഫർണിച്ചറുകൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവും, സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ ബാങ്ക് ജീവനക്കാർക്ക് പലിശരഹിത ക്രെഡിറ്റ് സൗകര്യവും. ഖാദി ഓണം മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. നിരാലംബരും നിരാശ്രയരുമായ ഒട്ടേറെ കുടുംബങ്ങൾക്ക് പ്രത്യാശയുടെ പ്രകാശം ചൊരിയുന്ന അത്താണി സേവനപാതയിൽ 20 വർഷങ്ങൾ പൂർത്തിയാക്കുകയാണ്. 20ാം വാർഷിക പ്രഖ്യാപന സമ്മേളനം ഓഗസ്റ്റ് 28-ന് MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. എനിക്ക് പറയേണ്ട കാര്യം എന്താ വെച്ചാൽ കഴിഞ്ഞ 20 വർഷമായി നമ്മുടെ ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഒരു നല്ല സ്ഥാപനമായിട്ട് ഒരുപാട് പ്രായമുള്ള ആളുകൾ, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമൊന്നും ഇല്ലാതെ ഒരുപാട് ആളുകൾ അവിടെ ആശ്രയത്തിൽ വരുന്നുണ്ട്, അവിടെ താമസിക്കുന്നുണ്ട്. പിന്നെ ഈ ഡയാലിസിസും ധാരാളം ആളുകൾ ദിവസം പോകുന്നുണ്ട്. വലിയൊരു സ്ഥാപനമായി മാറി. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തങ്ങളായ പരിപാടികളാണ് അത്താണിയുടെ 20ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നതെന്ന് അത്താണി സാരഥികൾ അറിയിച്ചു. വാർഷിക പ്രഖ്യാപന സമ്മേളനം ഓഗസ്റ്റ് 28-ന് രാവിലെ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. സന്ദർശന ഉദ്ഘാടനം പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും.
ട്രോമാ കെയർ പരിശീലന ക്യാമ്പ്, ഭിന്നശേഷി സംഗമം, വനിതാ സംഗമം, കിഡ്നി കരൾ രോഗനിർണയ ക്യാമ്പ്, മീഡിയ സമ്മേളനം, സാംസ്കാരിക സമ്മേളനം, സ്പോൺസേഴ്സ് മീറ്റ്, ഡയാലിസിസ് സ്നേഹസംഗമം, റെസിഡൻസ് അസോസിയേഷൻ സംഗമം, പ്രവാസി സംഗമം, അത്താണി സ്റ്റാഫ് ഫാമിലി മീറ്റ്, ഓണാഘോഷങ്ങൾ, സംഗീത വിരുന്ന് തുടങ്ങിയ പരിപാടികളും തുടർന്നുള്ള ദിവസങ്ങളിൽ നടക്കും. 20ാം വർഷത്തിലേക്ക് കടന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു വാർഷിക സന്ദർശന പരിപാടി നമ്മൾ ഈ മാസം 28, 29, 30, 31 തീയതികളിൽ നടക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ നവാസ് പൂനൂർ, അത്താണി CEO MA അബ്ദുൾ ജബ്ബാർ, സ്വാഗത സംഘം കമ്മിറ്റി കൺവീനർ നൌഷാദ് നരുക്കിനി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ദി കാലിക്കറ്റ് കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ പുതിയ ശാഖ മാങ്കാവിൽ പ്രവർത്തനം തുടങ്ങി. ബാങ്കിംഗ് പ്രവർത്തനങ്ങൾക്കായി ആധുനിക സജ്ജീകരണങ്ങളോടെ ആരംഭിച്ച ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം അഹമ്മദ് ദേവർകോവിൽ MLA നിർവഹിച്ചു. നൂറ്റിപ്പത്ത് വർഷമായി കോഴിക്കോട്ടെ ജനങ്ങൾക്കൊപ്പം വിശ്വാസ്യതയുടെ പര്യായമായി നിലകൊള്ളുന്ന കേരളത്തിലെ ലൈസൻസ്ഡ് അർബൻ ബാങ്കുകളിൽ പ്രധാന ബാങ്കായ ദി കാലിക്കറ്റ് കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് വളർച്ചയുടെ പുതിയ പടവുകൾ താണ്ടുകയാണ്. ബാങ്കിന്റെ മാങ്കാവ് ശാഖ മാങ്കാവ് പാലസ് റോഡിൽ KSEBക്ക് സമീപം പുതിയ കെട്ടിടത്തിൽ എല്ലാ ആധുനിക സൗകര്യങ്ങളോടുകൂടിയും ആരംഭിച്ചു. NRE നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന ജില്ലയിലെ ഏക സഹകരണ ബാങ്കാണ് ദി കാലിക്കറ്റ് കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക്. നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശയും ബാങ്ക് നൽകുന്നു. നിക്ഷേപങ്ങൾക്ക് DIC GC പരിരക്ഷ, അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് ഇല്ലാത്തതിന് ഫൈൻ ഈടാക്കുന്നില്ല. 10 വർഷം വരെയുള്ള ആകർഷണീയമായ RD സ്കീമുകൾ, കൃത്യമായി വായ്പാ തിരിച്ചടവിന് ഇൻട്രസ്റ്റ് റിബേറ്റ് എന്നിവയും ബാങ്കിന്റെ പ്രത്യേകതകളാണ്. ഇന്ന് ബാങ്കിംഗ് മേഖലയിൽ നടക്കുന്ന എല്ലാ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റുകളും UPI അടക്കമുള്ളത് യഥാസമയം നടപ്പിലാക്കാൻ കാലിക്കറ്റ് കോർപ്പറേറ്റീവ് അർബൻ ബാങ്കിന് സാധിച്ചിട്ടുണ്ട്. ഇതിന്റെ പുറകിൽ നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു മാനേജ്മെന്റും അതിനനുസരിച്ച് കാലത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മാനേജ്മെന്റ് തീരുമാനങ്ങൾ യഥാസമയം നടപ്പിലാക്കാൻ അതിന്റെ കൂടെ സഞ്ചരിക്കുന്ന ജീവനക്കാരുമാണ്. ഇതിന് സഹകരിച്ച എല്ലാവർക്കും ബാങ്ക് ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ശാഖയുടെ ഉദ്ഘാടനം കോഴിക്കോട് സൗത്ത് മണ്ഡലം MLA അഹമ്മദ് ദേവർകോവിൽ നിർവഹിച്ചു. ബാങ്കിംഗ് മേഖലയിലേക്ക് കയറി ചെല്ലുന്ന ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സംശയങ്ങളോട് കൂടിയായിരിക്കും ബാങ്കിനെ സമീപിക്കുന്നത്. ബാങ്ക് നൽകുന്ന സേവനങ്ങളെക്കുറിച്ച് വിശദമായി ഉള്ള വിവരങ്ങൾ ലഭ്യമാകണം എന്ന് ഓരോരുത്തരും ആഗ്രഹിക്കും. എന്നാൽ ചില ബാങ്കിൽ ചെന്നാൽ ഉദ്യോഗസ്ഥന്റെ മുഖം കണ്ടാൽ ഇങ്ങോട്ട് വരേണ്ടതില്ലായിരുന്നു എന്ന് തോന്നിപ്പോകും. ആ ഒരു സാഹചര്യമില്ലാതെ ആളുകളോട് പുഞ്ചിരിച്ചുകൊണ്ട് അവരുടെ വിഷയങ്ങൾ കേൾക്കാനും പരിഹരിക്കാൻ പറ്റുന്നവ പരിഹരിക്കാനും അല്ലാത്തവ എന്തുകൊണ്ട് പരിഹരിക്കാൻ പറ്റില്ലെന്ന് കസ്റ്റമറെ ബോധ്യപ്പെടുത്താനും സാധിച്ചാൽ ആ ബാങ്കുമായി കസ്റ്റമർക്കുള്ള ബന്ധം എല്ലാ കാലവും നിലനിർത്താൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്വാഭാവികമായും നമുക്കറിയാം, ഈ വൻകിട ബാങ്കുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ കോപ്പറേറ്റീവ് രംഗത്ത് പ്രവർത്തിക്കുന്ന ചെറുകിട ബാങ്കുകൾ വിജയത്തിലെത്തുന്നതും അതുകൊണ്ട് തന്നെയാണ്. ബാങ്ക് വൈസ് ചെയർമാൻ വിജയൻ K അധ്യക്ഷനായിരുന്നു. വിവിധ വാർഡ് കൗൺസിലർമാരായ MC അനിൽകുമാർ, ഓമന മധു, K ഈസ അഹമ്മദ്, NC മോയിൻകുട്ടി, ബാങ്ക് മുൻ ചെയർമാൻ AT അബ്ദുള്ളക്കോയ, ബാങ്ക് ഡയറക്ടർ ബാലു C തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിക്ക് CEO P രാഗേഷ്, ശാഖാ മാനേജർ ഫിറോസ് KP എന്നിവർ നേതൃത്വം നൽകി. ഉദ്ഘാടന ചടങ്ങിൽ മറ്റ് ജനപ്രതിനിധികളും ബാങ്ക് ജീവനക്കാരും കുടുംബാംഗങ്ങളും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡ് അംഗങ്ങൾക്കുള്ള ചികിത്സാ വിവാഹ ധനസഹായ വിതരണം കോഴിക്കോട്ട്. ആരോഗ്യരംഗത്ത് വിദേശ കമ്പനികൾ മുതൽ മുടക്കുന്നത് ആശങ്കയോടെ കാണണമെന്ന് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ ബ്രദർഹുഡ് സംസ്ഥാന സംഗമം. വിനായക ചതുർത്ഥി ആഘോഷങ്ങളിൽ ഭക്തിയോടെ തളിശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രം.
സിഎസ്കോ അഭയം പദ്ധതിയിൽ 16ാമത് വീടിന്റെ തറക്കല്ലിടൽ നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.